ആരാധനപ്പള്ളിയിൽ പ്രാർത്ഥിച്ച് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് എൻ്റെ തൊട്ട് പുറകിൽ നിന്നൊരു ചേട്ടൻ നിങ്ങളുടെ പേരെന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് കൃപാസന മാതാവിൻ്റെ ഒരു ലോക്കറ്റ് എൻ്റെ കയ്യിൽ തന്നു. ഞാനിപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ ആ ചേട്ടനോട് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ഇന്ന് മുതൽ കൃപാസന മാതാവ് നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഒരു ലോക്കറ്റ് എൻ്റെ തന്നു. അങ്ങനെ പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഒരിക്കലും ഞങ്ങൾ ഇവിടെ കൃപാസന ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് പങ്കെടുത്തു. ഞാനെന്നും ഞങ്ങൾ മെഴുകുതിരിയൊക്കെ വെച്ച് വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കും. സത്യത്തിൽ ഞങ്ങൾ ഭക്ഷണത്തിന് പോലും മഴയില്ലാതെ ഭയങ്കര ഒരവസ്ഥയിൽ, ജോലിയില്ല, വല്ല കടബാധ്യതയാണ്, മരിക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. വലിയൊരു അവസ്ഥയിലായിരുന്ന സമയത്താണ് ഞങ്ങൾ ഒരു പരിചയമില്ലാത്തൊരു ചേട്ടനാണ്, തൃശ്ശൂരിലൊരു വലിയൊരു വചനപ്രഘോഷകരൊക്കെയാണ്. അപ്പോൾ ബ്രദർ ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് എന്നെ വിളിച്ചു ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾക്കൊരു ഫോൺ നമ്പറൊക്കെ തന്നു. ഇപ്പം ഞങ്ങൾ തൃശ്ശൂർ ഒരു വലിയൊരു സ്ഥാപനത്തിൻ്റെ അതിൻ്റെ എല്ലാ നടത്തിപ്പും ഇപ്പം ഞങ്ങളാണ്. മാതാവിൻ്റെ പേരിലുള്ളൊരു സ്ഥാപനമാണ്. ഇപ്പോൾ 15 ലക്ഷം രൂപയിൽ ഇപ്പോൾ എനിക്കിപ്പോൾ 3 ലക്ഷം രൂപയുള്ള കടം അമ്മ മാതാവ് പരലിലൂടെ ഞങ്ങളുടെ കടബാധ്യതയൊക്കെ മാറ്റി തന്നു.